എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ എളുപ്പം കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. മുട്ട പുഴുങ്ങുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. അതാണെങ്കിൽ അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണികളായാലും ആരായാലും പെട്ടെന്ന് നമുക്ക് മുട്ട പുഴുങ്ങണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. അടിപൊളി സാധനം എന്ന് വെച്ചാൽ അടിപൊളി സാധനം. നോക്കിയേ കണ്ടോ, മുട്ട മാത്രമല്ല വെജിറ്റബിൾസും നമ്മൾക്ക് എത്ര എളുപ്പത്തിലാണെന്നറിയോ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇനിയ മുട്ട മാത്രമല്ല കേട്ടോ, ഇതിന്റെ പല വേവുകളിൽ ഇപ്പൊ നമ്മളെ അമ്മമാരൊക്കെ പഴയ കാലത്ത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ മുട്ട കുറച്ച് വേവില്, പിന്നെ അത് കുറച്ചുകൂടെ വേവില്, പലർക്കും പല സൈസിലാണല്ലോ. എല്ലാവർക്കും ഒരു രീതിയിൽ മുട്ട പുഴുങ്ങി ഇത് കഴിക്കണം എന്ന് ആഗ്രഹമില്ലേ. ചിലർക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഓയിലി പോലെ ആയിട്ട് കഴിക്കണവരുണ്ടായിരിക്കും, പിന്നെ നല്ല വേവില് കഴിക്കണവരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ പല വേവ് അനുസരിച്ച് നമുക്കിതിൽ കഴിക്കാൻ പറ്റും കേട്ടോ. ഞാനിത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ തുറന്നിട്ട് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ ചെയ്യണേന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓപ്പൺ ചെയ്യാം. ഇത് ഭയങ്കര ഇഷ്ടമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ മെയിൻ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മെയിൻ സാധനം. ഇതാണ് കേട്ടോ. ഇത് കറണ്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നമ്മളെ പോലെ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി എന്താ പറയാ വിറകൊക്കെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഊതി അങ്ങനത്തെ അടുപ്പിലൊന്നും ഉള്ളതല്ല. നമുക്ക് കറണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇന്നൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം വെച്ചാൽ ഉണ്ണികൾക്കും ഭയങ്കര അവരുടെ കൈയൊന്നും കൊള്ളാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. കാരണം ഇപ്പം ഞാൻ വരികയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം അവൾക്ക് ആവശ്യമുള്ള, അവൾക്ക് മുട്ടയുടെ വേവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു വയ്ക്കും. അവളെന്താ ചെയ്യുന്നത് ഞാൻ പറയും, ചേട്ടൻ്റെ അടുത്ത് കണാപ്പിൻ്റെ അടുത്ത് പറയും സ്വിച്ച് ഒന്ന് ഓണാക്കി കൊടുക്കാൻ പറയും. അപ്പോൾ ഇതിൽ ഞാനെല്ലാം വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് തന്നെ അത് കുക്കായി ഇരിക്കും. അതിന് കൃത്യ ടൈം വരുമ്പോൾ അത് ഓഫ് ആവും ചെയ്യും, ഓണാവും ചെയ്യും. അതുപോലെ തന്നെ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ടൈമിങ് അനുസരിച്ച് അത് ഓഫ് ആവും ചെയ്യും. അപ്പോൾ മോൾക്ക് സുഖമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഉപകാരം ചെയ്യും. നമ്മളിപ്പോൾ ഇത് കാലത്ത് ഇപ്പോൾ ഞാൻ പോണ സമയത്ത് വെള്ളമൊക്കെ വെച്ച് അതിൻ്റെ പാകത്തിന് ഈ മുട്ടയൊക്കെ വെച്ച് വെജിറ്റബിൾ ആണെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ മുറിച്ച് വെച്ചിട്ട് പറയും ഓണാക്കാൻ പറയുമ്പോൾ ആ ടൈം അനുസരിച്ച് ഓണാക്കി കഴിഞ്ഞാൽ അവൾക്ക് അതിൻ്റെ സമയം വരുമ്പോൾ ചൂടാറി അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഉപയോഗങ്ങൾ വരുന്നുണ്ട്. കാരണം എന്താണെങ്കിൽ ഇപ്പം ഞാൻ ജോലിക്ക് പോണ ഒരു അമ്മയാണ്. ഇപ്പം ഇപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാരെ മാത്രമല്ല, ഇപ്പോൾ ജോലിക്ക് പോണ അമ്മമാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒത്തിരി ഗുണം വരുന്ന പ്രൊഡക്റ്റ് അത് കാരണം കൊണ്ട് തന്നെ നിങ്ങളിത് വാങ്ങണമെന്ന് ഞാൻ പറയും. കാരണം ഞാൻ യൂസ് ചെയ്ത് ഉപയോഗിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ടില്ല. ഇനി ഇതുപോലെ തന്നെ ഞങ്ങൾ ഇനിയും പ്രൊഡക്റ്റുകൾ വാങ്ങുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും കാണിക്കും. കാരണം ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് മാത്രമേ ഞങ്ങൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇത് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഇതിന് വരെ അങ്ങനെയുള്ള ഒരു ഇതുമല്ല. ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങി കാരണം വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു പേജ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോഫ്റ്റ് ബോയിലിംഗ് എത്രയാണ്, സോഫ്റ്റ് ആണോ അതെങ്ങനെയാണെങ്കിൽ ബോയിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. എന്താ പറയുക 20 മില്ലി വാട്ടർ എത്ര അതൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി മനസ്സിലാവും. ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് ഇതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അതുകൂടാണ്ട് ഇപ്പം നമ്മൾ ഇത് സ്വിച്ച് ഇത് കറണ്ടിൽ കുത്തി കഴിഞ്ഞിട്ടേ ഈ ബട്ടൺ വെള്ളം ഒഴിച്ച് ഇപ്പം നമുക്ക് ഏത് ട്രേ എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ എനിക്കിതിൽ മുട്ട വെക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ മുട്ട വെക്കും. എന്നിട്ട് ഇത് വയ്ക്കും കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ മുട്ട വെച്ചിട്ട് ഇത് മൂടി ഇങ്ങനെ ഇങ്ങനെ അമർത്തി ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അമർത്തി വെക്കേണ്ടത് കേട്ടോ. ഓണാക്കി കൊടുക്കുക. ഇതാണ് ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ ഓണും ഓഫും ഉണ്ട്. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് ബോയിലാവുന്ന നമുക്ക് മനസ്സിലാവും. കാരണം ആവി ഇങ്ങനെ കയറി ഇവിടെ മുഴുവൻ വൈറ്റ് കളറാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏകദേശം ഇത് തുടങ്ങിയെന്ന് മനസ്സിലാവും, സ്റ്റാർട്ടായിന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ അതിന്റെ സമയം വരുമ്പോ തന്നെ ഇത് സ്വിച്ച് ഓഫ് ആവും കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ചൂടാറുന്ന വരെ അതിൽ വെക്കാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പൊന്തിച്ച് വെച്ച് ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവും ചെയ്യും. എനിക്ക് പിന്നെ അങ്ങനെ വരാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോണ സമയത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്ക് ആവശ്യമുള്ള സമയത്ത് ആ ചൂട് അങ്ങനെ നിൽക്കണ്ടായിരിക്കും. പിന്നെ ഇത് പല സൈസിൽ ചെയ്യാം നമുക്ക്. ഇപ്പോൾ
ഇതില് ഞാൻ പറഞ്ഞില്ലേ മുട്ട പുഴുങ്ങാൻ മാത്രല്ല കേട്ടോ, ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടേ അങ്ങനെയും ചെയ്യാൻ പറ്റും ഇതില്. ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് മുട്ട ഇതിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ നമുക്ക് മറ്റേ ബുൾസൈ ഒക്കെ ഉണ്ടാക്കിയില്ലേ, അതിങ്ങനെ ചെയ്യാം. ഇതിലിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ എന്താ നമുക്ക് ഇഷ്ടമുള്ളത് കുരുമുളക് പൊടിയൊക്കെ ഇടില്ലേ നമ്മൾ, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാ. അങ്ങനെയും ചെയ്യാട്ടാ. ഇപ്പൊ ഞാന് ഇവൾക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് കൂടുതൽ മുട്ട പുഴുങ്ങാനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കണത്. അത് അടിപൊളിയാ, സൂപ്പറാ. നിങ്ങൾ പിന്നെ പ്രൊഡക്റ്റിന്റെ കുറച്ചുകൂടി കാണുന്നുണ്ടെങ്കിൽ ഇതിൽ കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ എന്തൊക്കെ ചെയ്യാമെന്ന് കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മുട്ട പുഴുങ്ങുന്ന പോലെ തന്നെയാണ് കേട്ടോ വെജിറ്റബിളും ചെയ്യുന്നത്. അതെ. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് വെജിറ്റബിൾ ഇപ്പൊ സലാഡൊക്കെ അങ്ങനെ വേവിച്ച് കുറച്ച് കഴിഞ്ഞ് സലാഡൊക്കെ പച്ചക്കൊക്കെ ഇഷ്ടമില്ല. അപ്പൊ എനിക്കൊന്നും അങ്ങനെയാ, പച്ചക്കൊക്കെ ഇഷ്ടമില്ല. അപ്പൊ ഞാനൊക്കെ ചെയ്യുന്നത് ഇതില് മീനൊക്കെ ആയാലും മീനൊക്കെ ആയാലും ക്യാരറ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ അരിഞ്ഞ് ചെറിയൊരു വേവില് ഒരു നമ്മൾക്ക് അതനുസരിച്ചിട്ട് തന്നെ മുട്ട വേവിക്കണം. അതേപോലെ തന്നെ ഹാഫ് വേണോ അല്ലെങ്കിൽ ബോയിലിംഗ് കൂടുതൽ വേണോ അതൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓയിൽ ഉണ്ടാവില്ല, ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിലിട്ടാ. കാരണം ശരി മുട്ട പുഴുങ്ങുമ്പോഴായാലും ചിലർ പറയില്ലേ ഭയങ്കരമായിട്ട് ഓയിൽ കഴിച്ചിട്ടൊക്കെ, അതിന്റെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് സാധാ എന്താ പറയാ മുട്ട പൊട്ടിച്ച് ഒഴിച്ചാൽ മാത്രം മതി, കിട്ടും. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ അതില്. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി പ്രൊഡക്റ്റാ. ഞാനിത് യൂസ് ചെയ്തതുകൊണ്ട് മാത്രമാണ്, ഞാൻ ഇപ്പൊ ഒരു കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. എന്തായാലും ഇത് വാങ്ങണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യാം, മറക്കരുത്. കാരണം തന്നെ കുറെ പേര് മറന്നു, അതിനും കൂടെ വേണ്ടിയിട്ടാണ് ചെയ്യുക. ശരി.